ഹരി ഓം. ദശകം 71, ശ്ലോകം 2. ഗന്ധർവതാമേഷ ഗതോഭിരുക്ഷൈർനാദൈ സമുദ്യോജിത സർവലോകഃ ഭവദ്യുലോകാവധി ഗോപവാടീം പ്രമർദ്യ പാപ പുനരാപദത്വാം. ഗന്ധർവതാം യേഷഃ ഗന്ധർവതാമേഷ ഗതഃ അപി ഗതോപി രൂക്ഷൈഃ രൂക്ഷൈർ ഗന്ധർവതാമേഷ ഗതോഭിരൂക്ഷൈർ നാദൈഃ സമുദ്യോജിത സർവലോകഃ നാദൈ സമുദ്യോജിത സർവലോകഃ നാദൈഃ സമുദ്യോജിത സർവലോകഃ നാദൈ സമുദ്യോജിത സർവലോകഃ ഭവത് വിലോക അവധി ഭവത് വിലോക അവധി ഭവദ്വിലോകാവധി ഗോപവാടീം ഭവദ്വിലോകാവധി ഗോപവാടീം പ്രമർദ്യ പാപഃ പുനഃ ആപതത് ത്വാം പുനഃ ആപതത് ത്വാം പുനരാപതത്വാം പുനഃ ആപതത് ത്വാം പുനരാപതത്വാം പ്രമർദ്യ പാപ പുനരാപതത്വാം. ഗന്ധർവതാമേഷ ഗതോഭിരൂക്ഷൈർനാദൈ സമുദ്യോജിത സർവലോകഃ ഭവദ്വിലോകാവധി ഗോപവാടീം പ്രമർദ്യ പാപ പുനരാപതത്വാം. ശ്ലോകം 2 അന്വയവും അർത്ഥവും. അപ്പോൾ ആ കേശി എന്ന് പറയുന്ന കുതിര ഒച്ചത്തിൽ അമറിക്കൊണ്ട് കുതിച്ച് ചാടിക്കൊണ്ട് ഭഗവാന്റെ നേരെ പാഞ്ഞു ചെല്ലുന്നതായിട്ടാണ് പറയുന്നത്. യേഷഃ പാപഃ ഗന്ധർവതാം ഗതഃ അപി രൂക്ഷൈഃ നാദൈഃ സമുദ്യോജിത സർവലോകഃ ഭവദ്വിലോകാവധി ഗോപവാടീം പ്രമർദ്യ പുനഃ ത്വാം ആപതത്. യേഷഃ പാപഃ ആ ദുഷ്ടൻ യേഷഃ പാപഃ ആ ദുഷ്ടൻ ഗന്ധർവതാം ഗതഃ അപി ഗന്ധർവതാം ഗതഃ അപി ഗന്ധർവനായി തീർന്നിട്ടുണ്ടെങ്കിലും എന്നുവെച്ചാൽ ആ ഗന്ധർവ ശബ്ദത്തിന് ആ ഗന്ധർവന്മാരെന്ന ആ ദേവമർഗമെന്നും കുതിരയെന്നും അർത്ഥമുണ്ട്. ആ രണ്ടർത്ഥമുണ്ട്. ആ ഗന്ധർവ ശബ്ദത്തിന് ആ ഗന്ധർവന്മാരെന്ന ദേവമർഗമെന്നും കുതിരയെന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? കുതിര. അപ്പോൾ ആ കേശി എന്ന് പറയുന്ന അസുരൻ കുതിരയായല്ലോ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. യേഷഃ പാപഃ ആ ദുഷ്ടൻ ഗന്ധർവതാം ഗതഃ അപി ഗന്ധർവനായി തീർന്നിട്ടുണ്ടെങ്കിലും എന്നുവെച്ചാൽ കുതിരയായി തീർന്നിട്ടുണ്ടെങ്കിലും രൂക്ഷൈഃ നാദൈഃ സമുദ്യോജിത സർവലോകഃ രൂക്ഷൈഃ നാദൈഃ ആ ചെവികൾക്ക് ആ കർണങ്ങൾക്ക് കഠോരങ്ങളായ ശബ്ദങ്ങളെ കൊണ്ട് സമുദ്യോജിത സർവലോകഃ ആ സർവജനങ്ങളെയും പേടിപ്പിച്ച് ആ കർണകഠോരങ്ങളായ ശബ്ദങ്ങളെ കൊണ്ട് സർവജനങ്ങളെയും പേടിപ്പിച്ച് ഭവദ്വിലോകാവധി ഗോപവാടീം പ്രമർദ്യ ഭവദ്വിലോകാവധി ഗോപവാടീം പ്രമർദ്യ അവിടുത്തെ ആ കണ്ടെത്തുന്നത് വരെ അമ്പാടിയെ തകർത്തു. അപ്പോൾ ഭവദ്വിലോകാവധി ഗോപവാടീം പ്രമർദ്യ അവിടുത്തെ ഭഗവാനെ കണ്ടെത്തുന്നത് വരെ അമ്പാടിയെ തകർത്തും കൊണ്ട് പുനഃ ത്വാം ആപതത് പുനഃ പിന്നെ നിന്തിരുവടിയുടെ നേരെ പാഞ്ഞു വന്നു. അപ്പോൾ ഇവിടെ ആ ഗന്ധർവ ശബ്ദത്തിന് ആ ദേവമർഗമെന്നും കുതിരയെന്നും രണ്ടർത്ഥമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗന്ധർവന്മാർ സാധാരണയായിട്ട് മധുരമായിട്ട് പാടുന്നവരാണ്. അപ്പോൾ കേശി ഇപ്പോൾ ഗന്ധർവനായിട്ടുണ്ടെങ്കിലും ആ ശബ്ദം ചെവിക്ക് ആരോചകമായിട്ടുള്ളതാണ്. അപ്പോൾ എന്നുള്ളതാണ് അവിടെ വിരോധം. അപ്പോൾ കുതിര എന്നുള്ള അർത്ഥം എടുക്കുമ്പോൾ ആ വിരോധം നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ കുതിരകളുടെ ശബ്ദം മധുരമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആ ഗന്ധർവതാമേഷ ഗതോഭിരൂക്ഷൈർനാദൈ ആ ദുഷ്ടൻ ആ ഗന്ധർവനായി തീർന്നിട്ടുണ്ടെങ്കിലും കർണകഠോരങ്ങളായ ശബ്ദങ്ങളെക്കൊണ്ട് സർവജനങ്ങളെയും പേടിപ്പിച്ച്
അവിടുത്തെ കണ്ടെത്തുന്നതുവരെ അമ്പാടിയെ തകർത്ത് പിന്നെ ആ നിന്തിരുവടിയുടെ നേരെ പാഞ്ഞു വന്നു. ഗന്ധർവതാമേഷ ഗതോഭിരുക്ഷൈർനാദൈ സമുദ്യോജിത സർവലോകഃ ഭവദ്വിലോകാവധി ഗോപവാടീ പ്രമർദ്യ പാപ പുനരാപദത്വാം.